ഹലോ ഗായ്സ്, ശ്രീ ഹിയർ. ചുമയുന്നുണ്ട്, എന്നൊക്കെയുണ്ട്, അതുകൊണ്ട് ഇച്ചിരി കുറേ അറിയും. ബട്ട് ദാറ്റ്സ് എന്ത് പറയുന്നത്, എന്തെന്ന് വെച്ചാൽ ഇവനാണ് റെഡ്മി നോട്ട് 15 Pro+. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞാൽ കുറച്ച് പേര് ഭയങ്കര കിടിലം സാധനം എന്ന് പറഞ്ഞു, കുറച്ച് പേര് ഭയങ്കര ഹെയ്റ്റ് ഉള്ളൊരു സാധനമാണ്. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാവർക്കും ഉള്ള ഫോൺ ഒരിക്കലും അല്ല. ഇതൊരു ചെറിയ സ്പെസിഫിക് നീഷ്, ഒരു വിരലിൽ എണ്ണാവുന്ന അത്രയും ഡെമോഗ്രഫിക്ക് മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നൊരു ഫോണാണ്. അതിൻ്റെതായ കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഗൈസ്, 40,000 ഫോണിൻ്റെ വില, അതിനകത്ത് വാല്യൂ എന്ന് പറഞ്ഞൊരു പെർസ്പെക്റ്റീവ് അതിന് ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് അല്ല കിട്ടുന്നത്, അത്യാവശ്യം ഏറ്റവും ബെസ്റ്റ് ക്യാമറ അല്ല കിട്ടുന്നത്, ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ലൈഫ് അല്ല കിട്ടുന്നത്. എന്തോ ബെസ്റ്റ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം പറയുള്ളൂ. ഐ തിങ്ക് ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. ഷവോമിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലോണം അറിയാൻ പറ്റും ഈ സാധനം ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2, അലൂമിനിയം അലോയ് ഫ്രെയിം, അതേപോലെ ഒരു ബാക്കിൽ റീഇൻഫോഴ്സ്ഡ് ഫൈബർ ഗ്ലാസ് എന്നൊക്കെ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര പ്രീമിയം കൈൻഡ് ഓഫ് ഹെൽമെറ്റ്സിനകത്ത് ഉപയോഗിക്കുന്നതിൻ്റെ ഇച്ചിരി കട്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയൊക്കെ വെച്ചാൽ ഉണ്ടാക്കിയേക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ അവരുടെ വെബ്സൈറ്റിനകത്ത് ഞാൻ ഇഷ്ടംപോലെ നോക്കിയപ്പം ഇന്റേണൽ റീ എഞ്ചിനീയറിംഗ് ഫോർ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി, അകത്തുള്ള മദർ ബോർഡ് ഇച്ചിരി ടഫ് ആക്കിയിട്ടുണ്ട്. അതിന് ചുറ്റുമുള്ള പാഡിങ്ങോ അതിൻ്റെ ചുറ്റുമുള്ള പ്ലാസ്റ്റിക്കും നട്ട്സും സ്ക്രൂസും കാര്യങ്ങളും എല്ലാം ടഫാക്കിയിട്ടുണ്ട്. ഡ്രോപ്പ് സർട്ടിഫിക്കേഷനുള്ള വളരെ ചുരുക്കം ഫോണുകളിൽ ഒന്നാണിത്. ആ ഒരു കാര്യം ആസ്പെക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് IP69K എന്ന് പറഞ്ഞാൽ IP69 ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസോ വേരിയൻസോ ഒന്നുമില്ല. ഒരുപാട് ബിൽട്ട് ഡ്യൂറബിലിറ്റി സ്റ്റാൻഡേർഡ്സും സർട്ടിഫിക്കേഷൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ആദ്യമേ എടുത്ത് പറയാനുള്ളത്, നോട്ട് ദി മോസ്റ്റ് വാല്യൂ ഓറിയൻറ്റഡ് ഫോൺ, പക്ഷേ വൺ ഓഫ് ദ മോസ്റ്റ് ഡ്യൂറബിൾ ഫോൺ. അതേപോലെ തന്നെ ഈ ഫോൺ കറക്റ്റ് ഓറിയൻറ്റ് ചെയ്തേക്കുന്ന ഒരു ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ സ്വിഗ്ഗി ചേട്ടന്മാരും ഊബർ ചേട്ടന്മാരും അവന്മാർക്കൊക്കെ തന്നെയാണ്. ഗൈസ്, നിങ്ങൾക്ക് ലോങ് ടേമിന് ഒരു 4-5 വർഷമൊക്കെ വെച്ചൊരു ഫോൺ യൂസ് ചെയ്യണം എന്നുള്ളവർക്കാണ് ഇത്. കാരണം അവർക്ക് വേണ്ട എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗുഡ് ഡിസ്പ്ലേ, ഭയങ്കര ബ്രൈറ്റാണ്, 3200 പീക്ക് ബ്രൈറ്റ്നസ്, HDR ഉണ്ട്. പക്ഷേ HBM ആണെങ്കിലും ബ്രൈറ്റ്നസ് എല്ലാം ഭയങ്കര നൈസാണ്. സിനിമ കാണാനാണെങ്കിലും 68 ബില്യൺ കളേഴ്സ്, 120 ഹെർട്സ് ഉണ്ട്, 3840 PWM ഡിമ്മിങ്, PWM ഉണ്ട്. അതേപോലെ തന്നെ ഡിസ്പ്ലേ അടിപൊളിയാണ്, ഡോൾബി വിഷൻ, HDR10+, നെറ്റ്ഫ്ലിക്സിലകത്ത് വൈഡ് വെനൽ എല്ലാ ലൈസൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കണ്ടന്റ് കാണാനൊക്കെ ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റ് ഉള്ളൊരു ഫോണൊന്നും അല്ല കേട്ടോ. ഇത് 210 ഗ്രാംസിൻ്റെ അകത്തായിരുന്നു, അത്യാവശ്യം നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡുമാണ്. സോ സ്വിഗ്ഗി ചേട്ടന്മാർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇത്രയും നല്ലോണം ചെയ്തിട്ടുണ്ട്. അടുത്തമാർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ചില സ്വിഗ്ഗി ചേട്ടന്മാർക്ക് സ്പീക്കേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീക്കേഴ്സ് ആബ്സല്യൂട്ട്ലി ലൗഡ്, ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് ഞാൻ പറയുന്നത്. ഭയങ്കര ലൗഡായിട്ട് വർക്ക് ചെയ്യണ ഒരു നൈസ് സ്പീക്കർ സിസ്റ്റമാണ്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു സാധനം കൂടെ പറയുകയാണെങ്കിൽ ഹാപ്റ്റിക്സ് കുഴപ്പമില്ല, ഭയങ്കര ഇടയിലൊന്നും പറയുന്നില്ല, മോശമില്ലാത്ത ഹാപ്റ്റിക്സ്, അതേ പറയുള്ളൂ. പക്ഷേ എല്ലാവർക്കും ഹെയ്റ്റ് വന്നെന്ന് പറയുമ്പോൾ പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിലേക്ക് വന്നപ്പോൾ ഗൈസ്, സ്നാപ്ഡ്രാഗൺ 7S Gen 4 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഭയങ്കര ബാഡാണെന്ന് ചോദിച്ചാൽ ഭയങ്കര ബാഡായുള്ള ചിപ്സെറ്റ് ഒന്നുമല്ല. പക്ഷേ 40,000 ബാക്കിയുള്ള കോമ്പറ്റീഷൻ കൊടുക്കുന്നതിന് അത് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത ചിപ്സെറ്റാണ്. അത് ക്ലിയർ ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഒരു 40,000 പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് 12 GB റാം കിട്ടുന്നുണ്ട്. അതിനകത്ത് എക്സ്പാൻഡബിൾ ആണ്, ഈവൻ പറയാം ഇന്റേണലി. അതൊക്കെ വലിയ ഗുണമുണ്ടെന്ന് വെച്ചാൽ ഗുണമില്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഗീക്ക് ബെഞ്ചും പെർഫോമൻസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതൊരു ഗെയിമേഴ്സ് ഓറിയൻറ്റഡ് ഫോൺ അല്ല. ഗെയിമേഴ്സിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുമില്ല. ഡേ ടു ഡേ കാഷ്വൽ വെബ്സൈറ്റ് സർഫിങ്, അങ്ങനത്തെ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ യൂസ്, ഗെയിമിംഗ് ഒന്നും കളിക്കാത്തവർക്ക് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അല്ല ഗെയിം കളിക്കാതെ ഞാനും എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ പെർഫോമൻസ് ഒന്നും ഒരു ലാഗും സ്റ്റഡേഴ്സും നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല. ഫോൺ ത്രൂ ഔട്ട് UI ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ വന്നു. ബാറ്ററി ലൈഫിലേക്ക് കുറിച്ച് വരുമ്പോഴും അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫാണ്. 6500 mAh ഉണ്ട്. 6500 ഫുൾ 6500 എനിക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്തായാലും 1 day 1.5 day ഫോണുണ്ട്. ഒരു 7 hours പ്ലസ് സ്ക്രീൻ ഓൺ ടൈമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫിലും കുറ്റം പറയാനൊന്നും അങ്ങനെ ഒരുപാടില്ല എന്ന് പറയുന്നതാണ് സത്യം. ബാറ്ററി ലൈഫ് അത്യാവശ്യം സൂപ്പറാണ്. പിന്നെ വേറൊരു അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് വയർഡ് ചാർജർ ഉണ്ട്. ഇതിനകത്ത് Type-C കേബിൾ ഉണ്ടെങ്കിൽ എൻ്റെ വയർലെസ് ഇയർഫോണോ എൻ്റെ മൈക്കോ എന്ത് വേണമെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് 22 watts വരെ. പിന്നെ വയർഡ് ചാർജിങ് ആണല്ലോ 100 watts ഉണ്ട്. അപ്പോൾ ഷഡേന്ന് ചാർജ് അടിച്ച് കയറിക്കോളും. സോ ഈവൻ ഓൾ ഇൻ ഓൾ എനിക്ക് പറയുകയാണെങ്കിൽ പെർഫോമൻസ് ബാറ്ററി സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് നോട്ട് വെരി ഇംപ്രസ്ഡ്. ഒരു സാധാരണക്കാരൻ്റെ ആസ്പെക്റ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വേ ബെറ്റർ ഓപ്ഷൻസ് ഈ പ്രൈസ് റേഞ്ചിനകത്തുണ്ട് എന്ന് പറയുന്നതാണ് സത്യം.
ഓക്കെ, എന്നാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. കാരണം ഇവർ ഇത്ര ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റിൽ നിന്നും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 അകത്തെ മദർ ബോർഡൊക്കെ റീകൺഫിഗർ ഒക്കെ ചെയ്ത് തന്നെയല്ലേ. പിന്നെ IR ബ്ലാസ്റ്ററും NFC-യും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ അത്യാവശ്യം ഫാസ്റ്റാണ്, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. റിയൽമി ഹാസ് ഡൺ എ ഗുഡ് ജോബ് എന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നെ ഇവൻ എങ്ങനെയുണ്ടെന്ന് എടേ, എന്തിനാണ് ഈ 4 ഉണ്ട കൊടുത്തേക്കുന്നതെന്ന് എനിക്കറിയില്ല. 4 ഉണ്ടയുടെ ആവശ്യമൊന്നുമില്ല, 2 ഉണ്ടയുള്ളൂ. ഒരു മെയിൻ ഷൂട്ടറും ഒരു വൈറ്റ് ഷൂട്ടറും, അല്ലാതെ ടെലിഫോട്ടോ ഇല്ല, വേറെ ഒരു സാധനം. ഇത് എന്തോന്നും പോലും എനിക്കറിയത്തില്ല, ചുമ്മാ ലുക്കിനോട് ഇതേക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഓട്ടോ ഫോക്കസിങ് ആക്ച്വലി ഈസ് ഗുഡ്. ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ 200 മെഗാ പിക്സൽ ഫുൾ ക്യാമറാസിനകത്ത് എടുക്കുന്നത് നല്ല ഷാർപ്പാണ്. HDR സീംസ് ടു വർക്ക് റിയലി നൈസ്. അത് ഞാൻ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ മനസ്സിലാവും. HDR ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഓൾ ഇൻ ഓൾ അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ക്യാമറയാണ്. എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഭാഗവരം തള്ളാൻ വേണ്ടി ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഒരു ക്യാമറ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ടെലിഫോട്ടോ ഇല്ല. 35 മേലുള്ള ഇപ്പോൾ എല്ലാ ക്യാമറ കമ്പനീസും ടെലിഫോട്ടോ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് എന്താ കൊടുത്തുകൂടാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ടെലിഫോട്ടോ ഒക്കെ കൊടുക്കായിരുന്നു. 40,000 രൂപയ്ക്കകത്ത് ക്യാമറ ഇവരെന്തോ ചക്ക ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ വലുതായിട്ടൊന്നുമില്ല. 200 MB കൊടുത്ത് തന്നെ മാർക്കറ്റ് ചെയ്ത് തൊലയ്ക്കാൻ തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ആ 200 MB നോട്ട് പ്രൈമറി ഷൂട്ടർ എടുക്കുവാണെങ്കിലും നോട്ട് ദ ബെസ്റ്റ് പ്രൈമറി ഷൂട്ടർ ഇൻ ദിസ് പ്രൈസ് റേഞ്ച്. വിവോയുടെ ഒപ്പയുടെ കോമ്പറ്റീഷൻ്റെ കൂടെ ഒന്നും വരുന്നില്ല എന്ന് പറയുന്നതാണ് 110% സത്യം. എന്തിന് മോട്ടോയുടെ പ്രൈമറി ഷൂട്ടറിന് അത്രയും പോലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുന്നുണ്ട്, പ്രോസസ്സിങ്ങും കളേഴ്സും കാര്യങ്ങളൊന്നും. പക്ഷേ കുഴപ്പമില്ലാത്ത ക്യാമറ സിസ്റ്റം. ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കാനൊന്നുമില്ല. അഫ്കോഴ്സ് 40,000 രൂപയ്ക്ക് വർത്തിട്ടാണോ എന്ന് വെച്ചാൽ വർത്തിട്ടല്ല എന്ന് ഞാൻ മുഖത്ത് നോക്കി പറയും. നിങ്ങളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്ക്. അത് അങ്ങനെയൊക്കെ പറയുള്ളൂ സാധനം. എനിക്ക് പിന്നെ വേറെ ഭാഗവരം കുറ്റം പറയുന്നില്ല. 4 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സോളിഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ 2 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ് അഡീഷൻ എന്ന് പറഞ്ഞാൽ 6 years സപ്പോർട്ട് കിട്ടും. ഇതൊരു ലോങ് ടേം ലോഞ്ചിവിറ്റി ഡിവൈസ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം എന്നൊരു നിക് നെയിം, അല്ലാതെ വേറെ ഒന്നും എനിക്ക് കാണുന്നില്ല. ഒരുപാട് നാളത്തേക്ക് ഒരുപാട് ഡ്യൂറബിൾ ആയിട്ട് ഇരിക്കുന്നൊരു ഫോണോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ ഇതിനകത്ത് ബാറ്ററി ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി അവരെന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. കാരണം എന്ത് വെബ്സൈറ്റ് വായിച്ചെനിക്ക് മനസ്സിലായില്ല, അത് മാർക്കറ്റിംഗ് ആണോന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒരുപാട് ചാർജ് സൈക്കിൾ എക്സ്ട്രാ നിൽക്കും. സോ ഒരു ലോങ് ടേമിന് വേണ്ടി അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷനും ഇൻറ്റേർണൽ ഡ്യൂറബിൾ കൺസ്ട്രക്ഷനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ലൈഫും നല്ല സപ്പോർട്ടും കൊടുത്തുള്ളൊരു ഫോണാണ്. അതിനുപരി 40,000 രൂപയ്ക്കകത്ത് ഇത് ഞാൻ ആർക്കുമേ റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷേ നിങ്ങളിപ്പോൾ സ്വിഗ്ഗി ഓടാകുമ്പോൾ ഊബർ ഓടാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം റഫ് ഓൺ ദ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചോ. അപ്പോൾ എൻ്റെ അമ്മയുടെ അവിടെ ഓടിച്ചാടി കൃഷി വകുപ്പിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഓടിച്ചാടി നടന്ന് എന്താ പറയുക, ഫീൽഡ് പോകുമ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നൊരു 10 വട്ടം ഫോൺ താഴെ പോകുന്നു. അമ്മയെപ്പോലുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഫോൺ എപ്പോഴും തറയിടുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് ചെക്കൗട്ട് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. പിന്നെ ഡിസ്പ്ലേ സ്ക്വാഡ് കൗഡാണ്, ഭയങ്കര പ്രീമിയമാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല. ഭയങ്കര പ്രീമിയം ഫീൽ ആയിട്ടുള്ള കോക്കൗട്ട്, സൂപ്പർ, എന്താ പറയണ, എല്ലാം അടിപൊളി എക്സ്പീരിയൻസ് ആണ്. സിനിമ കാണാനും ഒക്കെ നല്ലതാണ്. ഞാൻ ഒരുപാട് നിങ്ങളെ പറഞ്ഞു ഉറപ്പിക്കുന്നില്ല. പിന്നെ ഗൈസ്, ഈ ഫോൺ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ നേരെ ABC മൊബൈൽസ് പട്ടത്തേക്ക് പോകുക. അവിടെ ഈ സാധനം ഇരിപ്പോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ പറയുന്നതൊക്കെ കറക്റ്റാണോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം മേടിക്കുക. പക്ഷേ ഒന്നുകൂടെ ഞാൻ പറയും, നിങ്ങൾക്ക് ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ ലോഞ്ചിവിറ്റിയാണ് ഏറ്റവും വലിയ കൺസേൺ ഒരു ഫോൺ മേടിക്കുമ്പോൾ. അങ്ങനെയുള്ളവർക്ക് 40,000 രൂപയ്ക്കകത്ത് ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ്. അതിനുവേണ്ടി തന്നെ ഓറിയൻറ്റ് ചെയ്തേക്കുന്ന ഫോണുമാണ്. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു ഗൈസ്. വേറെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. 3 ഹിയർ ടോക്ക് ടു ഗൈസ്. ഐ ലവ് യു. ബൈ.